പരമശിവനും പാർവതിയും അതുപോലെ എല്ലാവരും കൂടി വൈകുണ്ഠത്തിലേക്ക് ചെല്ലാൻ. വൈകുണ്ഠത്തിൽ ചെന്നിട്ട് കാര്യമായിട്ട് നമസ്കരിച്ചു. നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ ചോദിക്കുകയാണ്, എന്താണ് ആഗമന ഉദ്ദേശ്യം? ഇപ്പം പരമശിവൻ പറഞ്ഞു, അങ്ങയുടെ അതിസുന്ദരമായിട്ടൊരു മോഹിനി വേഷം ഉണ്ടായി ഈയിടെ നാരദ മഹർഷി എന്ന് പറഞ്ഞു, അതൊന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, അങ്ങയുടെ മോഹിനി വേഷം വളരെ സുന്ദരമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴോ മഹാവിഷ്ണു ഭഗവാൻ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് കാണണം, എന്തെങ്കിലും ഒന്ന് അനുഭവിക്കണം എന്നൊക്കെ തോന്നുന്നത് കാമസങ്കല്പം ഉള്ളിലുള്ളവർക്കാണ്. കാമം ഉള്ളിലില്ലെങ്കിൽ പുറത്തൊന്നിനോട് കാമമില്ല. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹത്താണ് വാക്കിൻ്റെ അർത്ഥമെങ്കിലും എന്തിനോടും കാമം തോന്നാം, ആഗ്രഹം തോന്നാം. ആ ആഗ്രഹം ഉണ്ടാവുന്ന എപ്പോഴാണ്? ഇത് കിട്ടിയാൽ എനിക്ക് സുഖമാവുന്നുള്ള സങ്കല്പം ഉണ്ടെങ്കിലേ കാമം ഉണ്ടാവുള്ളൂ. ഇത് കിട്ടിയാലും എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനോട് കാമമില്ല. അതാണ് കാര്യം. ഇത്രയുള്ള വിഷയം. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ വേദവ്യാസ മഹർഷി പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലയോ ആഗ്രഹമേ നിന്റെ കാര്യം എനിക്ക് മനസ്സിലായി, നീ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സങ്കല്പപ്രഭവോദയം ആണ്. കാമ ജാനാമി തേ തത്വം സങ്കല്പത്വം ഹി ജായസേ. സങ്കല്പം കൊണ്ടാണ് നീ ഉണ്ടാവുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്നത് കിട്ടിയാൽ സുഖമായിരിക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനോട് എനിക്ക് താല്പര്യം ഉണ്ടാവും. അത് കിട്ടിയാലും ഒരു സുഖം ഉണ്ടാവില്ല, അത് കിട്ടിയാൽ പൊല്ലാപ്പാണെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് കാമം ഉണ്ടാവില്ല. വിചാരമാണ് ഒന്നിനോട് താല്പര്യം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇരിക്കെ പരമശിവൻ, കാമദേവനെ പോലും ഭസ്മാക്കി കളഞ്ഞിട്ടുള്ള പരമശിവൻ, ആ പരമശിവന് സുന്ദരി രൂപം കാണാൻ എന്ത് താല്പര്യം? സുന്ദരിമാരെ കാണാൻ വലിയ താല്പര്യം ഉണ്ടാവേണ്ട കാര്യമില്ല പരമേശ്വരന് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും പരമശിവൻ പക്ഷേ വിട്ടില്ല. പരമശിവൻ പറഞ്ഞു, കാണാനാണ് വന്നത്, അത് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ശഠിച്ച് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി കാണിക്കാമെന്ന് പറഞ്ഞ് മഹാവിഷ്ണു ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി. പരമശിവനും സതീദേവിയും ഒക്കെ ആയിട്ട് അവിടെ കയറി ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കല്ലേ അത്ഭുതം, കാലമാകെ മാറി, ഉഷ്ണമൊക്കെ പോയി, ഒരു തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി, ചെടികളൊക്കെ പെട്ടെന്ന് പുഷ്പിച്ചു, അതിസുന്ദരമായ സുഗന്ധം പരന്നു, ഒരു വസന്തകാലം പോലെ ആയി തീർന്നു കാലം. എന്ന് മാത്രമല്ല കുറച്ച് ദൂരെ നോക്കുമ്പോഴത്തേക്കും ഒരു വള്ളിക്കുടിൽ ഇങ്ങനെ ഇളകുന്നത് കണ്ടു. അതിനുള്ളിൽ നിന്നും അതിസുന്ദരിയായിട്ടൊരാൾ ഇറങ്ങി വരുന്നു. തത്തോദർശോപവനേ വരസ്ത്രീയം. അതിസുന്ദരിയായിട്ടൊരാൾ ഇറങ്ങി വരികയാണ്. പന്ത് തട്ടി കളിച്ചുകൊണ്ടാണ്. പന്ത് തട്ടി കളി എന്ന് പറഞ്ഞാൽ കഥകളിയിലൊക്കെ കാണണം. കഥകളിയിൽ നളയരുതൻ കഥയിലൊക്കെ ദമയന്തിയുടെ പന്ത് കെട്ടി കളിയൊക്കെ ആണ്. പൂതനാമോക്ഷൻ കഥകളിൽ പൂതന പന്ത് കെട്ടി കളിച്ചുകൊണ്ടാണ് വരിക. എന്തൊരു മനോഹരമായിരിക്കും. അങ്ങനെ പന്ത് കെട്ടി കളിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന ഭംഗി സുന്ദരമായിട്ട് നോക്കി നിൽക്കുകയാണ് പരമശിവൻ. നോക്കൂ, പാർവതി കൂടെ ഉണ്ടെന്നുള്ള വിചാരം പോലുമില്ല. തർക്കിക്കാമാർക്കെങ്കിലും ഉണ്ടാവുള്ളൂ. ഭാര്യ സ്വന്തം ഭാര്യ കൂടെ ഉണ്ടാകുമ്പോൾ വേറൊരാളെ നോക്കുക എന്ന് പറഞ്ഞാൽ ആത്മാനം അന്തിക ഉമാം സ്വഗണം എന്ന വേദ. അന്തികം അടുത്ത്, അന്തികത്തെ അടുത്ത് നിൽക്കുന്ന ആ പാർവതിയെ പോലും ശ്രദ്ധിക്കാതെ നോക്കി നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് പിന്നീട് പറയും, അപ്പോൾ കാണാം. ശരി, അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവില്ലേ? നമുക്ക് മനസ്സിലാവില്ലേ ഒരാൾ എന്നെ നോക്കുന്നുണ്ടെന്നുള്ള കാര്യം? ഇല്ലാന്നൊന്നും പറയണ്ടാവും, നല്ലോണം ഉണ്ടാവും. എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. എന്നെ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നോക്കും. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ തമ്മിൽ കണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും മാറ്റും. ഇതൊക്കെ അല്ലേ നോക്കുന്നതിൻ്റെ രീതി? എല്ലാ കാലത്തും അങ്ങനെ. ഇത് പുതിയ കാലത്തുള്ള കാര്യമൊന്നുമല്ല. ഞാൻ എനിക്കിഷ്ടത്തിന് പറഞ്ഞ് രസിപ്പിക്കല്ല കേട്ടോ. ഭാഗവതത്തിൽ പറയുകയാണ്, സ്ത്രീ പ്രേക്ഷണ പ്രതിസമീക്ഷണ വിഹ്വലാത്മാ. അങ്ങോട്ട് നോക്കും, കാരണം എന്താ ആഗ്രഹം ഉണ്ടാവും, ഇങ്ങോട്ടും നോക്കുന്നുണ്ടാവും. പക്ഷെ നോക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഇങ്ങനെ നോക്കാൻ തുടങ്ങിയപ്പോൾ പരമശിവൻ നോക്കും, അവിടുന്ന് മോഹിനി ഇങ്ങോട്ട് നോക്കും. ആകപ്പാടെ പന്ത് തട്ടുന്നില്ല, ശ്രദ്ധ പോയി. ശ്രദ്ധ പോയപ്പോഴോ പന്ത് തെറിച്ചു പോയി. പന്ത് തെറിച്ചു പോയി കാണുമ്പോഴത്തേക്ക് പരമശിവനാണ് കൂടുതൽ ലെവലാതി. പരമശിവൻ ഓടിച്ചെന്ന് തെറിച്ചു പോയ പന്ത് എടുത്ത് കൊടുക്കുന്നു എന്നാണ്. എന്താ ഇതിൻ്റെ കാര്യം? പന്ത് കെട്ടുന്ന ആ കറിയില്ലേ തെറിച്ചു പോയ പന്തെടുക്കാൻ? എടുത്തു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെയും ഒരു കാമത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് അർത്ഥം. സുന്ദരിമാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന എല്ലാവരും ഈ സഹായം ചെയ്യണം എന്നുള്ള വിചാരം കൊണ്ട് ചെയ്യുന്നതൊന്നുമല്ല. സൗന്ദര്യം ഉണ്ടെന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ സഹായമൊക്കെ ചെയ്യുന്നത്. എവിടെയാണെങ്കിലും ഏത് കാലത്താണെങ്കിലും അടുത്ത് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അടുത്തേക്ക് എത്തുന്നതോടുകൂടി ആളൊക്കെ മാറി. ഒരു സുന്ദരിയില്ല, ഒന്നുമില്ല, വസന്തകാലമില്ല, പൂക്കളുമില്ല, ചെടിയില്ല, ഒന്നുമില്ല. പരമശിവന് മനസ്സിലാവുന്നു മഹാവിഷ്ണു ഭഗവാൻ. ഇതാണ് ശങ്കര മോഹനം എന്ന് പറഞ്ഞ കഥ. ഇതിൽ എന്ത് മനസ്സിലാക്കണം? നോക്കൂ, കേനോപനിഷത്ത് കേട്ടിട്ടുണ്ടോ? 10 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളുണ്ട്. അതിലൊന്നാണ് കേനോപനിഷത്ത്. ശങ്കരാചാര്യന് ഭാഷ്യമുണ്ടാക്കിയ ഉപനിഷത്തുകളാണ് ഇത്. അതിലൊന്നാണ് കേനോപനിഷത്ത്. അതിൽ പറയും, ഏറ്റവും പ്രകാശിക്കുന്ന വസ്തുക്കളിൽ പ്രകാശിക്കുന്ന വസ്തു ഉമയാണ്, അത് അറിവാണ് എന്ന് പറയും. ഇങ്ങനെയാണ് അവിടെ പറയുക, പ്രകാശമാനാനാം പ്രകാശതമ സാ വിദ്യ സാ ഉമ എന്ന് പറയും. അപ്പോൾ പരമശിവൻ്റെ കൂടെയുള്ള ഉമ
ആരാണ്? അറിവാണ് എന്നർത്ഥം. അറിവിനെയാണ് ഉമ എന്ന് പറയുക. ഇത് ഞാൻ പറയുന്നതല്ല, ശങ്കരാചാര്യ സ്വാമികൾ പറയാൻ വ്യാഖ്യാനത്തിൽ. അപ്പോൾ അറിവ് എന്ന് പറയുന്ന ഉമയിൽ നിന്നും വിട്ടിട്ട് തത്കാലമുണ്ടായ മായാമോഹിനി വേഷം കെട്ടിട്ട് അങ്ങോട്ട് ഓടുന്നു. അറിവിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ ഒരു മായാമോഹം ഉണ്ടാവില്ല. ഇതാണ് ആശയം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അറിവിനോട് ചേർന്നിരിക്കുമ്പോൾ നല്ല അറിവുണ്ടെങ്കിൽ ഈ കാണുന്ന രൂപം എന്നൊക്കെ പറഞ്ഞ് എന്ത് മാത്രമേ ഉള്ളൂ. ഏത് സുന്ദരിയെ കണ്ടാലും സുന്ദരനെ കണ്ടാലും ഇതിനകത്തുള്ളതൊക്കെ ഒന്നാണ്, മാലിന്യമാണ് ശരീരം എന്നൊക്കെ ചിന്തിക്കാൻ പറ്റും. സുന്ദരൻ്റെ ഉള്ളിലും സുന്ദരിയുടെ ഉള്ളിലും ഒക്കെ ഒന്ന് തന്നെയാണ്. ലോകസുന്ദരിയുടെ ഉള്ളിലും പിച്ചക്കാരിയുടെ ഉള്ളിലും ഉള്ളിലുള്ളതൊക്കെ ഒന്ന് തന്നെയാണ്. ഇന്ന് രാവിലെ ഇവിടുന്ന് കാപ്പി കഴിച്ച ആൾക്കാരുടെ വയറ്റിലിപ്പോൾ എന്താ ഉണ്ടാവുക? ഇന്ന് രാവിലെ ഇവിടുന്ന് പലഹാരവും ചായ കഴിച്ച ആൾക്കാരുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്ത് അതിൽ കുറച്ച് ഉപ്പുമാവില്ല, ഒരു ചായ ഒഴിക്കുക, കുറച്ച് ഉപ്പ് കൊണ്ട് ഒഴിക്കുക, 2 പഴവും ഞെരടി പിടിച്ചിടുക. നല്ല ഭംഗിയുണ്ടോ കാണാൻ? ഉണ്ടാവോ? ഇതാണിപ്പോൾ വയറ്റിലുള്ളത്. തൊലി കണ്ടിട്ടല്ലേ നമ്മൾ അഹോ അത്ഭുതം എന്ന് പറയുന്നത്. ഇതാണ് തത്വചിന്ത. ഇതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനോടും വലിയ കാമം ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ പരമശിവൻ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ആശയം പറയാനുള്ളത്, കാമദേവനെ ഭസ്മമാക്കി കളഞ്ഞ പരമശിവൻ പോലും ഈ മായാമോഹിനി വേഷം കണ്ടപ്പോൾ കുറച്ച് നേരത്തേക്കൊന്ന് ഭ്രമിച്ചു പോയി എന്നർത്ഥം. ഏത് പരമശിവൻ? കാമനെ ഭസ്മമാക്കിയിട്ടുള്ള ആ പരമശിവൻ. അപ്പം നമുക്കൊന്നും അത്രത്തോളം വലിയ ശക്തിയില്ല. നമ്മളൊക്കെ എത്ര കരുതിയിരിക്കണം കാമത്തിൻ്റെ കാര്യത്തിൽ? ഇത് ബോധിപ്പിക്കാനാണ്. ശരി, ഈ വിഷയം എങ്ങനെ പുറത്തെറിഞ്ഞു? ഇത് ആര് പോയി പറഞ്ഞു? പുറത്തൊക്കെ പരമശിവൻ തന്നെ പോയി പറഞ്ഞു എന്നാണ്. അവിടെ അവസാനം കാണാം, പ്രീത്യാചഷ്ടാധ ഭാരത ആശ്രമാൻ ഋഷിമുഖ്യാംശ. ആശ്രമങ്ങളിലും മഹർഷിമാർ കൂടുന്നിടത്തും പരമശിവൻ തന്നെ പോയി പറഞ്ഞു. എന്ത്? മഹാവിഷ്ണു ഭഗവാന്റെ മായ ഞാൻ ഇന്ന് കണ്ടു, എന്തൊരു അത്ഭുതം, എന്നെ പോലും അത് അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഒരല്പസമയത്തേക്ക് ഞാൻ പോലും ഭ്രമിച്ചു പോയില്ല. ഏത് ഞാൻ? കാമദേവനെ ഭസ്മാക്കിയ പരമശിവൻ പോലും. അപ്പോൾ ഇവിടെ ഒരു ന്യായമുണ്ട് സംസ്കൃതത്തിൽ, ന്യായം ഉണ്ട്. അതെന്താണ്? ഇതിങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ എന്ന് പറയും. ഇതിങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാര്യം പറയാനുണ്ടോ? ഇതാണ് കിമുത എന്ന ന്യായം, കൈമൂതിക ന്യായം എന്ന് പറയും. കൈമൂതിക ന്യായം. വെറുതെ കേൾക്ക്, അത്രയേ ഉള്ളൂ. എന്തിനത് പറയുന്നറിയോ? പരമശിവൻ്റെ കാര്യം പോലും ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ കോല് പോലും എലി കടിച്ചുകൊണ്ടുപോയി. പിന്നെ അപ്പത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? നെയ്യിൻ്റെ മണം കൊണ്ടേ അപ്പം കുത്തിയെടുക്കാനുള്ള കോല് പോലും എലി കൊണ്ടുപോയി. പിന്നെ അപ്പത്തിൻ്റെ കാര്യം എന്ത് ചോദിക്കാൻ? ഇതാണ് കാര്യം. അപ്പം ഇതിന് ബോധിപ്പിക്കാനാണ് ശങ്കരമോഹന കഥ പറയുക. അതുകൂടി പറഞ്ഞു.